അധ്യായം 12 വേദപുസ്തക പരിഭാഷകൾ. ഈ ലേഖനത്തിൽ വേദപുസ്തകങ്ങളുടെ പരിഭാഷകളും അച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിവരിച്ചിരിക്കുന്നത്. അപ്പസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്ന കേരളത്തിലെ ക്രൈസ്തവർക്ക് 19-ാം നൂറ്റാണ്ട് വരെ കാത്തിരിക്കേണ്ടി വന്നു സ്വന്തം ഭാഷയിൽ ക്രിസ്തുവചനം ലഭിക്കുന്നതിനായി. അതിനും ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ തമിഴ്, ബംഗാളി, സംസ്കൃതം തുടങ്ങിയ ഭാഷകളിൽ ബൈബിളിൻ്റെ ഏതാനും ഭാഗങ്ങൾ ഇറങ്ങുകയുണ്ടായി. ചർച്ച് മിഷൻ സൊസൈറ്റിയും യാക്കോബ സഭയും ചേർന്ന് നടത്തിയ മലയാളത്തിലെ ആദ്യത്തെ ബൈബിൾ പരിഭാഷയെക്കുറിച്ച് ഈ ലേഖനത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ബെഞ്ചമിൻ ബെയ്ലിയുടെ CMS ബൈബിൾ വിവർത്തനം, ബാസൽ മിഷൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടർട്ടിൻ്റെ മലയാളം ബൈബിൾ, കത്തോലിക്കർക്കായി മഞ്ഞുമ്മൽ കർമ്മലീത്താശ്രമം തയ്യാറാക്കിയ ബുൾഗാത്തായിൽ നിന്നുള്ള വിവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഈ ലേഖനം വിശദമാക്കുന്നുണ്ട്. വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ബൈബിൾ വിവർത്തനങ്ങൾ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ സംഭാവനകൾ മുൻനിർത്തി അവ 19-ാം നൂറ്റാണ്ടിലെ പ്രാദേശിക മലയാള പ്രയോഗങ്ങളുടെ അമൂല്യ സമ്പന്നശാലയാണെന്ന് ഈ ലേഖനം വിശേഷിപ്പിക്കുന്നു. മുൾക്കിരീടം, ബലിയാട്, വിലക്കപ്പെട്ട കനി, കുരിശിൽ തറയ്ക്കുക, ചുവരെഴുത്ത്, കാൽവരി, തേനും പാലും ഒഴുകുന്ന ദേശം, വിശ്വാസം, സുവിശേഷം, നീതിമാൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ ബൈബിളിലൂടെ കേരളത്തിന് ലഭിച്ചുവെന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. യൂറോപ്പിലും ബംഗാളിലും ഇന്ത്യയിലും ബൈബിൾ പ്രചാരണം നവോത്ഥാനത്തിന് കാരണമായെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ കേരള അന്തരീക്ഷത്തിൽ സുവിശേഷ വചനങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ പഠന വിഷയമാക്കേണ്ടതാണെന്ന് ഡോക്ടർ ജോൺ ഓച്ചന്തുരുത്ത് ഈ ലേഖനത്തിൽ അഭിപ്രായപ്പെടുന്നു. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. വേദപുസ്തക പരിഭാഷകൾ. ഇന്ത്യയിൽ വേദപുസ്തകത്തിൻ്റെ ഏതാനും ഭാഗങ്ങൾ സ്വന്തം ഭാഷയിൽ മുദ്രണം ചെയ്ത് പ്രസിദ്ധപ്പെടുത്താനുള്ള ഭാഗ്യം ഏത് ഭാഷയ്ക്കാണ് ആദ്യം ലഭിച്ചത്? ഏത് വർഷം? ഉത്തരം തമിഴ്, 1714. കേരളത്തിൽ ക്രിസ്തീയ വേദപുസ്തകത്തിൻ്റെ ആദ്യ മലയാള പരിഭാഷ ഏത് വർഷമാണുണ്ടായത്? ഉത്തരം 1811. മലയാളത്തിൽ ആദ്യമായി ക്രിസ്തീയ വേദപുസ്തകം പരിഭാഷപ്പെടുത്തിയത് ആരൊക്കെ ചേർന്നാണ്? ഉത്തരം ചർച്ച് മിഷൻ സൊസൈറ്റിയും യാക്കോബായ സഭയും. ക്രിസ്തീയ വേദപുസ്തകത്തിൻ്റെ പരിഭാഷകൾ ബംഗാളിയിലും ഹിന്ദിയിലും സംസ്കൃതത്തിലും നടന്നത് ഏതൊക്കെ വർഷങ്ങളിലാണ്? ഉത്തരം 1800, 1806, 1808. 1806 കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോളേജിൽ നിന്ന് യാക്കോബായ ക്രിസ്ത്യാനികളെപ്പറ്റിയും അവരുടെ ഭാഷയെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ കേരളത്തിലെത്തിയതാര്? ഉത്തരം ഡോക്ടർ ക്ലോഡിയസ് ബുക്കാനൻ. ആട്ടിൻ തുകലിൽ എഴുതിയ സുറിയാനി ബൈബിളിന്റെ കൈയെഴുത്ത് പ്രതി ബുക്കാനൻ ആരിൽ നിന്നാണ് ശേഖരിച്ചിരുന്നത്? ഉത്തരം മലങ്കര മെത്രാപ്പോലിത്ത മാർ ദിവന്യസിയോസ് പ്രഥമൻ. ആദ്യത്തെ മലയാള സുവിശേഷ ഗ്രന്ഥം അച്ചടിയുടെ മേൽനോട്ടം വഹിച്ചതും അച്ചുകൾ വാർത്തെടുക്കാൻ സഹായിച്ചതും ആര്? ഉത്തരം തമിഴ് ചെട്ടി തിമ്മപ്പൻ പിള്ള. ബെഞ്ചമിൻ ബെയ്ലിയുടെ ലൂക്കിന്റെ സുവിശേഷം കേരളത്തിൽ ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ചത് എന്ന് ഏത് പ്രസ്സിൽ? ഉത്തരം 1820 CMS പ്രസ്. ബെഞ്ചമിൻ ബെയ്ലിയെ സുറിയാനി ഭാഷയിലെ ബൈബിൾ ഭാഗങ്ങൾ പരിഭാഷപ്പെടുത്താൻ സഹായിച്ച ഹീബ്രു പണ്ഡിതൻ ആര്? ഉത്തരം മോശെ ഇസാഫത്തി. ബെഞ്ചമിൻ ബെയ്ലിയുടെ പുതിയ നിയമവും സമ്പൂർണ്ണ ബൈബിളും ഏതു വർഷമാണ് പൂർത്തിയായി പുറത്തിറങ്ങിയത്? ഉത്തരം 1829, 1841. ബാസൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് എവിടെ, എന്ന്? ഉത്തരം
തലശ്ശേരിയിലെ നെട്ടൂർ 1839. കത്തോലിക്കരല്ലാത്ത ക്രിസ്ത്യാനികളുടെ ഇടയിൽ അടുത്ത കാലം വരെ പ്രചാരത്തിലിരുന്ന ബൈബിൾ ഏതാണ്? ഉത്തരം ബാസൽ മിഷന്റെ ബൈബിൾ. കത്തോലിക്കർക്കായി ഒരു ബൈബിൾ ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമം എന്നാണ് ആരംഭിച്ചത്? എവിടെ നിന്ന്? ഉത്തരം 1893 മഞ്ഞുമൽ കർമ്മലീത്ത ആശ്രമം. മഞ്ഞുമൽ കത്തോലിക്ക ബൈബിളിന്റെ വിവർത്തനം ഏത് ലത്തീൻ പ്രതിയിൽ നിന്നായിരുന്നു? ഉത്തരം വുൾഗാത്ത. ഓശാന ബൈബിൾ ആരുടെ നേതൃത്വത്തിലാണ് പുറത്തു വന്നത്? ഉത്തരം ജോസഫ് പുലിക്കുന്നേൽ. ഇന്ന് ലഭ്യമായതിൽ ഏറ്റവും ശ്രദ്ധേയമായ പുതിയ നിയമ പ്രവർത്തനം ഏതിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയതാണ്? ആരാണ്? ഉത്തരം കൊയ്നി ഗ്രീക്ക് ഡോക്ടർ ഫ്രെഡറിക് മോളിയിൽ. ആര്യവേദം പോലെ തന്നെ കേരള സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ മൂന്നാം വേദം ഏതാണ്? ഉത്തരം വിശുദ്ധ ഗ്രന്ഥം. വാക്യരചനയിൽ ഇംഗ്ലീഷിനെ അനുകരിച്ചുകൊണ്ട് തയ്യാറാക്കപ്പെട്ട ആദ്യകാല ഡാഷ് വിവർത്തനങ്ങൾ മലയാള ഗദ്യ വികാസത്തിന്റെ നാഴികക്കല്ലുകളാണ്. ഉത്തരം ബൈബിൾ. ബംഗാളി നവോത്ഥാനത്തിന് പ്രത്യേകമായും ഇന്ത്യൻ നവോത്ഥാനത്തിന് പൊതുവായും അടിത്തറയിട്ടു എന്ന് പറയുന്ന സംഭവം ഏതാണ്? ഉത്തരം വില്യം ക്യാരിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വമ്പിച്ച ബൈബിൾ പ്രചാരണം. ഡാഷ് ആണ് ഗാന്ധിയൻ വിപ്ലവത്തിന്റെ അന്തർധാര എന്ന് രാഷ്ട്രപിതാവ് തന്നെ സമ്മതിച്ചിട്ടുള്ള വസ്തുതയാണ്. ഉത്തരം ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.